ഇതാദ്യമായല്ല അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തുന്നത്. സമൂഹത്തിലെ ഉന്നതരുമായുള്ള അടുപ്പം മുതലെടുത്ത് വളരെ ബുദ്ധിപരമായാണ് ഈ ചെറുപ്പക്കാരൻ 1000-ലേറെ സ്ത്രീകളെ 2 വീലറിന്റെ പേരിൽ പറ്റിച്ചത്. തട്ടിപ്പ് പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ രൂപമാറ്റവും വരുത്തി. ശരിക്കും ആരാണ് ഈ അനന്തകൃഷ്ണൻ എന്നുള്ളതാണ്. അനന്തകൃഷ്ണൻ എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത്? പ്രമുഖരുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടത്തിലെ ആസൂത്രണം. അതിൽ ഇപ്പോൾ സംശയത്തിന് നിഴലിൽ നിൽക്കുന്നത് ഇവരാണ്. BJP നേതാവ് AN രാധാകൃഷ്ണൻ, ഒപ്പം കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്, സായി ഗ്രാമം എന്ന് പറയുന്ന NGOയുടെ സ്ഥാപക ചെയർമാൻ KN ആനന്ദ് കുമാർ. ഇവരെ ഈ അനന്തകൃഷ്ണൻ ബുദ്ധിപരമായി കുടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ സൈൻ എന്ന സംഘടന അനന്തകൃഷ്ണന്റെ സീഡ് സൊസൈറ്റിയുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ സീഡ് സൊസൈറ്റിയുമായി തനിക്ക് ബന്ധമില്ല എന്ന് AN രാധാകൃഷ്ണൻ പറയുന്നു. പക്ഷേ സൈൻ സംഘടന വഴി നിരവധി ആളുകളെ ഈ പദ്ധതിയിലേക്ക് ചേർക്കുകയും അവരുടെ പണം അനന്തകൃഷ്ണന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് AN രാധാകൃഷ്ണന്റെ പേരിലുള്ള കുറ്റം. AN രാധാകൃഷ്ണൻ പക്ഷേ പറയുന്നത് തനിക്ക് അനന്തകൃഷ്ണനുമായി നേരിട്ട് സീഡ് സൊസൈറ്റിയുമായി ബന്ധമില്ല എന്നാണ്. പക്ഷേ ഈ AN രാധാകൃഷ്ണൻ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിലെ നിത്യസന്ദർശകനാണെന്ന് പറയുന്നത് ആ ഫ്ളാറ്റിലെ കെയർടേക്കർ തന്നെയാണ്. ഒപ്പം ലാലി വിൻസെന്റ് കാണാം. രാധാകൃഷ്ണൻ സാർ BJPയുടെ ഒരു സാറിനെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് വന്ന് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് മാഡം ഇടയ്ക്ക് വന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട്. വന്നിട്ട് അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പോകും. സാറിനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ, അനന്തകൃഷ്ണനെ കാണാൻ വേണ്ടി ആൾക്കാർ വരാറുണ്ട് ഇവിടെ. അപ്പോൾ അനന്തകൃഷ്ണനെ കാണാൻ AN രാധാകൃഷ്ണനും ലാലി വിൻസെന്റും ഫ്ളാറ്റിലെ നിത്യസന്ദർശകരായിരുന്നു. AN രാധാകൃഷ്ണൻ സൈൻ സൊസൈറ്റി സംഘടനയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ലാലി വിൻസെന്റ് പറയുന്നത് താൻ അനന്തകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ലാലി വിൻസെന്റിന്റെ മരുമകളാണ് അവസാനം വീടൊഴിഞ്ഞു പോകുമ്പോൾ, ഫ്ളാറ്റ് ഒഴിഞ്ഞു പോകുമ്പോൾ താക്കോൽ കൊണ്ട് കൊടുത്തത് എന്നാണ് പറയുന്നത്. ആ സമയത്താണ് തെളിവുകൾ അവസാനമായി നശിപ്പിക്കപ്പെട്ടതെന്നാണ് പോലീസ് കരുതുന്നത്. ആ പ്രതികരണം കൂടി കെയർടേക്കറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. നമുക്ക് ഈ ലീഗൽ അഡ്വൈസർ എന്ന നിലയിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂവെന്ന് ലാലി വിൻസെന്റ് പറയുമ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. എന്തുകൊണ്ടാണ് ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് വിവിധ ക്യാമ്പയിനുകളിൽ ഈ ലാലി വിൻസെന്റ് പങ്കെടുത്തത്? ചിത്രങ്ങൾ ലഭ്യമാണ്. അരുണാചൽ പ്രദേശിലടക്കം ലാലി വിൻസെന്റ് സന്ദർശനം നടത്തിയെന്ന് മനസ്സിലാക്കുന്നു. KN ആനന്ദ് കുമാർ ഈ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ് ആദ്യം അനന്തകൃഷ്ണൻ ഉണ്ടാക്കുന്നത്. ആ സ്ഥാപനം വിവിധ NGOകളെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു സംഘടനയായിരുന്നു. ആ സംഘടനയുടെ സ്ഥാപക ചെയർമാനായിരുന്നു KN ആനന്ദ് കുമാർ. ആ KN ആനന്ദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ പണപ്പിരിവ് അനന്തകൃഷ്ണൻ നടത്തുന്നത്. അതിനുശേഷം പിന്നീട് KN ആനന്ദ് കുമാർ ഈ സംഘടനയുമായി വേർപിരിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും എന്താണ് KN ആനന്ദ് കുമാറിന് ഇതിലെ റോൾ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ചുരുക്കത്തിൽ സ്ട്രാറ്റജി നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അനന്തകൃഷ്ണൻ പ്രമുഖരുടെ ചിത്രങ്ങൾ വിശ്വാസ്യതയ്ക്കായിട്ട് ഉപയോഗിച്ചു. അതിൽ MP-മാരുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, പ്രധാനമന്ത്രിയെ ഷോൾ അണിയിക്കുന്ന ചിത്രങ്ങളുണ്ട്. ഇങ്ങനെ ഈ വിശ്വാസ്യത മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുക, അവരുടെ ചിത്രങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചു. കിറ്റും പഠനോപകരണങ്ങളും ആദ്യം കുറഞ്ഞ വിലയ്ക്ക് നൽകി വിശ്വാസ്യത ആർജിച്ചെടുക്കാൻ ശ്രമിച്ചു. അതിനുശേഷം കുടുംബശ്രീയുള്ളവരെയും പ്രൊമോട്ടർമാരെയും, സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്ന അംഗൻവാടി പ്രൊമോട്ടർമാരെ അടക്കം ഈ പറയുന്ന തട്ടിപ്പിൻ്റെ ഉപകരണങ്ങളാക്കി അനന്തകൃഷ്ണൻ മാറ്റി. അങ്ങനെയാണ് 1000-ഓളം സ്ത്രീകളുടെ വിശ്വാസം അനന്തകൃഷ്ണൻ ആർജിച്ചത്. ആ അർത്ഥത്തിൽ വളരെ ആസൂത്രിതമായൊരു തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ വിഭാവനം ചെയ്തത്. ആ തട്ടിപ്പിനിരയായവരാണ് 400 കോടിയിലധികം രൂപ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചത്. വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന പരാതികളുടെ ആഴം പരിശോധിച്ചാൽ ഇത് 1000 കോടി കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. അങ്ങനെ കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ തട്ടിപ്പിൻ്റെ ചുരുളാണ് ഇപ്പോൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളതിനൊരു പേരിട്ടു, പകുതി വില തട്ടിപ്പ്.